ഛേ, മഷി തീർന്നല്ലോ. നിഷ ഒരു പേന തന്നേ. അവനോട് ചോദിക്കേ, ഞാൻ കിച്ചണിലാ. അവൻ സൈക്കിൾ എടുത്ത് പുറത്തു പോയി. എന്താ ഇത്? ഈ പണം എങ്ങനെ ഇവന്റെ കയ്യില്? അയ്യോ, കഞ്ചാവ്. അച്ഛാ, ഒന്നും ചെയ്യല്ല അച്ഛാ. ആ ചേട്ടന്മാർ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു പോയതാ. എനിക്ക് ഒന്നും അറിയില്ല അച്ഛാ. മോനെ, നീ ഇക്കാര്യം നേരത്തെ എന്നെ അറിയിക്കണ്ടായിരുന്നു. പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. കുട്ടികളെ ലഹരി വസ്തുക്കളുടെ വിതരണത്തിനും വിൽപ്പനയ്ക്കുമായി ഉപയോഗിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പ്രലോഭനങ്ങൾ കൊണ്ടും പിന്നീട് ഭീഷണിപ്പെടുത്തിയുമാണ് ലഹരി മാഫിയകൾ കുട്ടികളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നത്. എന്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും വീടുകളിൽ നിങ്ങളറിയാതെ അത്തരം കുട്ടികൾ ഉണ്ടായേക്കാം. ദയവായി കേൾക്കൂ. കുട്ടികളെ നിരീക്ഷിക്കണം. അവരിൽ അധികമായി എത്തിച്ചേരുന്ന പണത്തിന്റെ ഉറവിടവും അത് ചെലവാക്കുന്ന രീതിയും അന്വേഷിക്കണം. അവരിൽ കണ്ടേക്കാവുന്ന അകാരണമായ ഭയം, സ്വഭാവ വ്യത്യാസം ഇവ കാണാതെ പോകരുത്. തിരിച്ചറിയേണ്ടത് നമ്മളാണ്. ബി എ ഹീറോ. സേ നോ ടു ഡ്രഗ്സ്.